ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സേമിയ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് RKG നെയ്യിലുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ, കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഡാൽഡ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ആയിട്ടുണ്ട്, ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ സ്ലൈസുള്ള സേമിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നിങ്ങൾ വറുത്ത സേമിയൊക്കെയാണ് വാങ്ങിയതെങ്കിൽ 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൈം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ കളറ് മാറി വരുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഇനി വീണ്ടും പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് പോവും. അപ്പോൾ അതാ ഞാനിത് പാനിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് സേമിയക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. കാരണം കൂടുതൽ പാല് കൂടുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് വരേയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലുമാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളവും 3/4 കപ്പ് പാലൊക്കെ ആയിട്ട് ഒഴിക്കാം. പാല് കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. സേമിയ അവിടെ കിടന്ന് വെന്തോളും. നമ്മൾ ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈമൊന്നും എടുക്കില്ല, കുറച്ച് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓൾറെഡി വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് കുറച്ച് വെന്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് തിളക്കി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം സേമിയ വെന്തിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, മധുരം നോക്കിയിട്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ സേമിയ കേസരിക്ക് വേണ്ട മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒന്നെങ്കിൽ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലൊക്കെയാണല്ലോ കേസരി ഉണ്ടാവുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിലും RKG ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ മാറ്റി കൊടുക്കാം. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ കിടന്ന് ഉറച്ചു പോവും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ അല്പം ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടിയിലൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, എങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ കഴിക്കുന്ന ടൈമിൽ. നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ചൂട് തണയാൻ വേണ്ടിയിട്ട് വെക്കാണ്. നമ്മളിത് ചൂടോട് കൂടിയിട്ടാണല്ലോ ആക്കി കൊടുത്തത്. അപ്പോൾ ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലോട്ടൊന്നും മാറ്റണ്ട, പുറത്ത് തന്നെ ചൂട് തണയാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതായത് ചൂടൊക്കെ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം.
അപ്പോൾ സൈഡൊക്കെ വിട്ട് വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡ് വെടിയിച്ച് കൊടുക്കണം കേട്ടോ. സേമിയ കേസരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നൊന്നുമില്ല, കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത്. താങ്ക്